മൂന്നാർ കുമളി സംസ്ഥാന പാതയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയും സംഗമിക്കുന്ന തേയിലത്തോട്ടങ്ങളും ഏലമരക്കാടുകളും നിറഞ്ഞ പന്നിയാർ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല മഞ്ഞും തണുപ്പും നിറഞ്ഞ ഒരനുഗ്രഹീത ഗ്രാമമായ പൂപ്പാറയുടെ കാഴ്ചകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആനയിറങ്കൽ ഡാമും ബോഡിമെട്ട് ചുരവും ചതുരംഗപ്പാറയും പെരിയകനാൽ വാട്ടർഫാളും ഒക്കെ കണ്ടുകൊണ്ടുള്ള ഒരു വൺ ഡേ ട്രിപ്പാണിത്. നമ്മളിപ്പോൾ പൂപ്പാറ ടൗണിന്റെ ഹൃദയഭാഗത്താണ് എത്തിയിരിക്കുന്നത്. രാവിലെ പൂപ്പാറയിൽ എത്തിയതിനു ശേഷം നമ്മൾ ആദ്യം പോകുന്നത് ആനയിറങ്കൽ ഡാമിലേക്കാണ്. മൂന്നാറിലെ ഫേമസ് ആയ ഗ്യാപ്പ് റോഡ് വഴി 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ആനയിറങ്കൽ ഡാമിലെത്താം. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സ്ഥലമാണ് ചൊക്രമുടിയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ആനയിറങ്കൽ. ഈ യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണിത്. കോടമഞ്ഞിനിടയിലൂടെ ജലാശയത്തിന് ചുറ്റുമുള്ള തേയിലത്തോട്ടങ്ങളുടെയും ഗ്രാൻഡീസ് മരങ്ങളുടെയും ഒക്കെ വിദൂര കാഴ്ച മാത്രം മതി ഈ യാത്ര അവിസ്മരണീയമാക്കാൻ. ഭാഗ്യമുണ്ടെങ്കിൽ തടാകത്തിന്റെ പരിസരത്ത് നമുക്ക് ആനയെയും കാണാൻ സാധിക്കും. നമ്മുടെ യാത്രയിൽ എന്തായാലും ഒരു ബോണസ് പോയിന്റ് പോലെ ദൂരെ തടാകത്തിന്റെ കരയിൽ 2 ആനകളുടെ സൈറ്റ് സീൻ കിട്ടി. ഈ തടാകത്തിൽ ആനകൾ വന്ന് കുളിക്കാറുള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ആനയിറങ്കൽ എന്ന പേര് വന്നത്. ഈ കാഴ്ചകളൊക്കെ കാണുന്നതിനായി റോഡ് സൈഡിൽ തന്നെ നിരവധി വ്യൂ പോയിന്റുകളാണ് ഉള്ളത്. നമ്മളിനി ആനയിറങ്കൽ ഡാം കാണാനാണ് പോകുന്നത്. 34 മീറ്ററോളം ആഴമുള്ള മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു എർത്ത് ഡാമാണ് ആനയിറങ്കൽ ഡാം. പന്നിയാർ പുഴയുടെ കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വെള്ളമാണ് പൂപ്പാറ വഴി ഒഴുകുന്നത്. ഇനി നമ്മൾ പോകുന്നത് പെരിയകനാൽ വാട്ടർഫാളിലേക്കാണ്. ആനയിറങ്കൽ ഡാമിൽ നിന്നും 7 കിലോമീറ്റർ ഗ്യാപ്പ് റോഡ് വഴി സഞ്ചരിച്ച് വേണം പെരിയകനാൽ വാട്ടർഫാളിലെത്താൻ. ഈ വെള്ളച്ചാട്ടം മൺസൂണിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. റോഡിന്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഡബിൾ ഡെക്കർ ബസിന്റെ പശ്ചാത്തലത്തിൽ ഈ വെള്ളച്ചാട്ടം കാണുന്നത് തന്നെ നല്ലൊരു ഭംഗിയാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി തിരിച്ച് പൂപ്പാറയിലേക്കാണ് പോകുന്നത്. പൂപ്പാറ ടൗണിന് ഏറ്റവും ഭംഗി നൽകുന്നത് പന്നിയാർ പുഴയും ടൗണിന് ചുറ്റും കാണുന്ന തേയിലത്തോട്ടങ്ങളുമാണ്. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന സഞ്ചാരികൾക്ക് പൂപ്പാറ ശരിക്കും മൂന്നാറിന്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ്. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളും പന്നിയാർ പുഴയും അതിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കോവിലും വ്യൂ പോയിന്റുകളുമൊക്കെ ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്നത് തന്നെയാണ്. പൂപ്പാറയിലെ നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ലഭിക്കുന്ന ഹോട്ടലാണ് ഹയാത്ത്. അവിടെ നിന്നും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിനി പൂപ്പാറയുടെ സൗന്ദര്യം 360 ഡിഗ്രിയിൽ ആസ്വദിക്കുന്നതിന് വേണ്ടി ശങ്കരപാണ്ഡ്യ മേട്ടിലേക്കാണ് പോകുന്നത്. പൂപ്പാറയിൽ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്കവിടെ എത്തിച്ചേരാം. നമുക്കിവിടെ നിന്നാൽ മുള്ളന്തണ്ട കുരിശുമലയുടെയും പൂപ്പാറയുടെ താഴ്വാര കാഴ്ചകളുമൊക്കെ നന്നായി ആസ്വദിക്കാൻ സാധിക്കും. ഇവിടുത്തെ ടൂറിസം ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. നിരവധി റിസോർട്ടുകളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാൽ പൂപ്പാറയുടെ ഒരു ഏരിയൽ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ കഴിയും.
ഈ കാണുന്നതാണ് മുള്ളന്തണ്ട് കുരിശുമല. മൂന്നാറിന്റെ തിരക്കിൽ നിന്നും മാറി പ്രകൃതിയുടെ ഭംഗിയും ആ തണുപ്പും മഞ്ഞുമൊക്കെ ആസ്വദിക്കുന്നതിന് പറ്റിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പൂപ്പാറ. നമ്മളിനി ബോഡിമെട്ട് ചുരം കാണുന്നതിനാണ് പോകുന്നത്. പൂപ്പാറയിൽ നിന്നും 13 കിലോമീറ്റർ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിച്ച് വേണം നമുക്കിവിടെ എത്താൻ. നമുക്ക് ബോഡിമെട്ടിലെ വ്യൂ പോയിന്റിൽ നിന്നാൽ തമിഴ്നാട്ടിലേക്കുള്ള ചുരത്തിൻ്റെ കാഴ്ചയും തമിഴ്നാടിൻ്റെ താഴ്വാര കാഴ്ചകളുമൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. നമുക്ക് തിരികെ പൂപ്പാറയിലെത്തി തേക്കടിക്ക് പോകുന്ന സംസ്ഥാന പാത വഴി 16 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ചതുരംഗപ്പാറയിലെത്താൻ. ഏകദേശം 1 കിലോമീറ്റർ ദൂരമുള്ള ചതുരംഗപ്പാറ വ്യൂ പോയിന്റിലേക്ക് നമുക്ക് നടന്നും ജീപ്പിലും എത്തിച്ചേരാം. നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ചകളും കാറ്റാടിപ്പാടവും തമിഴ്നാടിൻ്റെ ദൂരക്കാഴ്ചയുമാണ് ഇവിടുത്തെ പ്രത്യേകത. ചതുരംഗപ്പാറയിലെ സൺസെറ്റിൻ്റെ സമയത്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. വർഷം മുഴുവൻ ശക്തമായ കാറ്റ് വീശുന്ന സ്ഥലമാണ് ചതുരംഗപ്പാറ. ഈ കുന്നിൻമൂളും അതിൽ സ്ഥാപിച്ചിരിക്കുന്ന കാറ്റാടികളും നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത്. അസ്തമന സൂര്യൻ്റെ കിരണങ്ങളേറ്റ് നിൽക്കുന്ന ചതുരംഗപ്പാറയുടെ കാഴ്ച ആരെയും കൊതിപ്പിക്കുന്നത് തന്നെയാണ്. ചതുരംഗപ്പാറയിലെ സൺസെറ്റിൻ്റെ മനോഹാരിതയൊക്കെ ആവോളം ആസ്വദിച്ചതിന് ശേഷം ഇന്നത്തെ നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.